ഗൂഗിൾ പേ ശരിയായി. ശരിയായ? എങ്ങനെ ശരിയാക്കി? ഗൂഗിൾ പേ ഇന്ന് മെനക്കെട്ട് ബാങ്കിൽ പോയി. സുബ്ഹാനല്ലാഹ്, ബാങ്കുകാർ കുറെ ഇടങ്ങേറായി. ബാങ്കുകാർ കുറച്ച് ഇടങ്കടായാലും കുഴപ്പമൊന്നുമില്ല, കാര്യം നടന്നില്ല. ഇനി ആ കൊടിമരത്തിന്റെ അവിടെ വീഴുന്ന കാശ് മുഴുവൻ എടുത്തിട്ട് ബാങ്ക് കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യണം. എന്ത് പറയണേ? അൽഹംദുലില്ലാഹ്, നമുക്കുള്ളത് കൊണ്ട് ഇങ്ങനെ സന്തോഷത്തിൽ പോണം. ഒരുപാട് പേർക്ക് നമ്മൾ കവർ കൊടുക്കണം. അതെ, ഇനിയും ഒരുപാട് പേർക്ക് നമ്മൾ കവർ കൊടുക്കണം. ഏതേ, ഈ വിവാദം ഉണ്ടാക്കുന്നവന്മാർക്ക് എന്തറിയാം? പറ്റിക്കപ്പെടാൻ ആൾക്കാരുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ പറ്റിക്കുന്നത്. ഇത് ഈ പൊട്ടന്മാർക്ക് അറിയില്ലല്ലോ. പിന്നെ ബാങ്ക് അക്കൗണ്ട് റെഡിയായതിൻ്റെ ചെലവുണ്ട്. നമുക്ക് കുഴിമന്തിയും പോത്തുങ്കലും കഴിക്കാൻ പോയാലോ? ഇവിടെ വേണ്ട, ഇവിടെ ഇപ്പം നോമ്പാണ്. ഇനി അത് കണ്ടിട്ട് വേണം ഈ വിവാദം ഉണ്ടാക്കാന്മാരെ അതിൽ പിടിച്ചിട്ട് വിവാദം ഉണ്ടാക്കാൻ. കാറെടുത്തോ, ഞാൻ കുടിച്ചിട്ട് റെഡിയാകാം. നമുക്കേ നാടുകാണി ചുരം വഴി തമിഴ്നാട്ടിലേക്ക് കിടക്കാം. എന്നിട്ട് അടിച്ചു പൊളിച്ചിട്ട് നോമ്പ് തുറക്കണ സമയത്ത് ഇങ്ങോട്ട് വരാം. എന്നിട്ട് മുസ്ലിങ്ങളെ പറ്റിച്ച് നടക്കുന്ന നമുക്ക് എന്ത് നോമ്പ്? എന്റെ ഗ്രൂപ്പിന്റെ അടിമമാർ ഭാഗ്യം നൽകണമുള്ള ഒരുപാട് പേര് ഗ്രൂപ്പിലാക്കി ആളുകളെ ക്ഷണിക്കുന്നുണ്ട്. എന്നോട് പറയാറ്, ഞങ്ങൾ പല ആളുകളോട് ഗ്രൂപ്പിലേക്ക് ചേരാൻ പറയുന്നുണ്ട്, മജ്‌ലിസ് കാണാൻ പറയുന്നുണ്ട്. പലരും ഞങ്ങളെ ചീത്ത പറയുന്നുണ്ട്. എന്നാലും ഞങ്ങൾക്ക് സാരമില്ല, ഞങ്ങൾ പലരും ചീത്ത പറയുന്നു. നിന്റെ കാവലല്ലാതെ ഔലിയാക്കളെ കള്ളക്കറാമത്തുള്ള കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 മാസങ്ങൾ കൊണ്ട് ഇൻഷാ അല്ലാഹ് പഴയതിനേക്കാൾ ശക്തമായ നമ്മൾ തിരിച്ചു വരും. അള്ളാന്റെ ഔലിയാക്കളെ സാക്ഷിയാക്കിക്കൊണ്ടാണ് പറയുന്നത്. അള്ളാന്റെ ഔലിയാക്കളെ തിരിച്ചു വരും പൂർണ്ണ ശക്തിയോടെ. ഗിരിയേട്ടൻ, എന്തുട്ട ഗിരിയേട്ടന്റെ സെറ്റപ്പ്! നിങ്ങളെ ആ കൊടിമരത്തിന്റെ ചോട്ടിൽ കുറച്ച് ചില്ലറ പൈസ കണ്ടിട്ട് നിങ്ങൾ കഹാലിളകിയില്ലേ? 10ന്റെ 5ന്റെ നോട്ട് കണ്ടിട്ട് വരുങ്ങള്. അപ്പോ നമ്മൾക്കെതിരെ യൂട്യൂബിൽ ഒരുപാട് ആൾ വീഡിയോ ഇട്ടില്ലേ? ഓർക്കൊക്കെ നമ്മള് ദ്വാരിക്കണം. കാരണം എന്താ അറിയോ? കൊടക്കാട്ടിക്ക് ജനപ്രവാഹാണ്. കൊടക്കാട്ടിക്ക് ജനപ്രവാഹാണ്. എല്ലാ യൂട്യൂബറും ഞങ്ങളൊന്നും പറയരുത്. യൂട്യൂബർമാർക്ക് നാളെ ഇൻഷാ അല്ലാഹ് നമ്മള് എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ടൊരു ഇത് അറിയിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ കേൾക്കണം, ഇന്റെ സമയമാണ്. ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ അള്ളാഹ് കൂടെ ഉണ്ടാവുന്ന. ഈ അള്ളാഹ് സുബ്ഹാനല്ലാഹ്, പിന്നെ കൊടിമരം കാണാനും പൈസ ഇടാനും ഞങ്ങളെ വിശ്വാസമാണ്. ഞങ്ങളിടും. ഞാൻ പറഞ്ഞിടാൻ പറ്റൂല. ഞങ്ങളെ വിശ്വാസം ഞങ്ങളിടും. ഞങ്ങൾ ആരാധിക്കുന്നൊന്നുമില്ല, ഞങ്ങൾ ഈ പൈസ ഇടും. അപ്പോ അൽഹംദുലില്ലാ ഇട്ടോളിന്ന് അറിയാം. ഞാന് നിങ്ങൾ ഇട്ടോളി ചെന്താ. അപ്പോ അൽഹംദുലില്ലാ, പിന്നെ റമദാനായിട്ട് ചികിത്സക്കും ആള് കുറയുന്നു. ഇപ്പോ ബുക്കിംഗ് ഇച്ച് വെച്ച. അപ്പോ ഇൻഷാ അല്ലാഹ് കൊടക്കാട്ടേക്ക് ജനപ്രവാഹാണ്. കൊടിമരം കാണാനും അവര് പറയുന്നത് പിന്നെ പൈസ ഞങ്ങൾക്കിടണം. അത് ഞങ്ങളെ വിശ്വാസമാണ്. പിന്നെന്താ ഇതിലിട്ടാല്? മാഷാ അല്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. അപ്പൊ നമ്മള് ഇൻഷാ അല്ലാഹ് പിന്നെ നമ്മള് സന്തോഷം. അപ്പൊ നമ്മള് പിന്നെ സന്തോഷാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് ഉത്തരം പറയങ്ങള് എന്ത് അതില് ഇട്ടോട്ടെ ഇടണ്ടെന്നുള്ളത് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ് നിങ്ങള് അപ്പൊ നമ്മള് എല്ലാ യൂട്യൂബർമാർക്കും സന്തോഷം. കാരണം ഞാൻ ദീനി വിറ്റു എന്നാ പറഞ്ഞു. അപ്പൊ എന്റെ അഭിപ്രായം ലാസ്റ്റ് പറഞ്ഞ പതിയിട്ട് ഉത്തരം എന്റെ അഭിപ്രായം വിടണമെന്നാണ്. പിന്നെ കൊടക്കാട് കൊടിമരം കാണാൻ ജനപ്രവാഹമാണ്.
ഈ നാട്ടുകാരൻ്റെ പൈസ അടിച്ചു മാറ്റി അത് മൂഞ്ചിച്ച് നക്കുമ്പോൾ, അത് എല്ലിൻ്റെ ഇടയിൽ കുത്തി തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അഹങ്കാരം കൂടും. അത് സ്വാഭാവികമാണ്. തന്നെ പോലെ ഒരു അഹങ്കാരി ഉണ്ടായിരുന്നു പണ്ട്, വർഷങ്ങൾക്ക് മുന്നേ. പേര് ഫിറോ എന്നാണ്. ഖുറാനിൽ അതിൻ്റെ കഥയുണ്ട്. ഭയങ്കര അഹങ്കാരിയായിരുന്നു. അഹങ്കാരം സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ പടച്ച റബ്ബ് കടലങ്ങ് പിളർന്നിട്ട് അങ്ങ് കൊന്നുകളഞ്ഞു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ബോഡി ഈ ഭൂമിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അഹങ്കാരികൾക്കൊരു പാഠമാകാൻ. അതിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അത്രയ്ക്ക് അല്ലെങ്കിലും കൂടി ഇതൊന്ന് കണ്ടുനോക്ക്. യേശുവിന്റെ നാമത്തില് ഇപ്പോൾ തന്നെ നിന്നെ വിടിവിക്കുവാൻ ശക്തനായവൻ. കാണിച്ച സാധനം ഒന്ന് കാണിച്ചു. ഒന്ന് ആ പ്രാർത്ഥിച്ച ആ സാധനം ഒന്ന് കാണിച്ചു. ശരിക്കും കാണിച്ചു. കൊള്ളാം കേട്ടോ. ഇത് യേശുവിന്റെ നാമത്തിലുള്ള പ്രവർത്തനമല്ലേ? ക്രിസ്ത്യൻ പാസ്റ്റർ തൻ്റെ അതേ ജോലി തന്നെയാണ്. നാട്ടുകാരെ മൂഞ്ചിച്ച് നക്കൽ. അവസാനം പോലീസ് പിടിച്ചു, ജയിലിൽ കൊണ്ടുവന്നു, സ്റ്റേഷനിൽ കൊണ്ടുവന്നു, കുത്ത്. എന്നിട്ട് ജയിലിൽ ലോക്കപ്പിൽ നിന്ന് കൊണ്ട് സുവിശേഷം പറയിപ്പിക്കുക. നല്ല രസമുണ്ടല്ലേ? ഇങ്ങനൊരു അവസ്ഥ അറ്റക്കോയറ്റി വരാതിരിക്കാൻ നമുക്ക് പടച്ചവനോട് പ്രാർത്ഥിക്കാം. അതിനെ നമ്മളെ കൊണ്ട് അല്ലേ? വിടിവിക്കുവാൻ ശക്തനായവൻ യേശുവിന്റെ നാമത്തിൽ. ആ സ്ഥലത്ത് ഉദ്ഘാടനത്തിന് നൂറ് ഹബീബ് തങ്ങള്, എല്ലാ മജ്‌ലിസിലും ദുആ ചെയ്യാൻ നൂറ് ഹബീബ് തങ്ങള്, എല്ലാ എവിടെ പോയാലും നൂറ് ഹബീബ് തങ്ങള്. ഇങ്ങനെ പോയാൽ നൂറ് ഹബീബിനെ പിടിച്ചാൽ കിട്ടൂല.